നമസ്തേ. ഇന്ന് നമ്മൾ വിശാരദ പൂർവാർദ്ധിൽ രണ്ടാമത്തെ പേപ്പറിലെ വ്യാകരണ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. വ്യാകരണ ഭാഗത്തിൽ ആദ്യത്തെ ചോദ്യം സന്ധി കിസെ കഹത്തെ ഹെ ഉസ്കെ കിത്തനെ ഭേദ് ഹെ സോദാഹരൺ സമജായിയെ. സന്ധി എന്നാൽ എന്താണ്, അതിന് എത്ര ഭേദങ്ങളുണ്ട്, ഉദാഹരണ സഹിതം മനസ്സിലാക്കുക. സന്ധി കാ അർത്ഥ ഹെ മേൽ. സന്ധി എന്ന് പറഞ്ഞാൽ കൂടിക്കലരുക എന്നുള്ളതാണ് അർത്ഥം. വർണ്ണോം കെ മേൽ ഹി സന്ധി ഹെ. വർണ്ണങ്ങൾ കൂടിക്കലരുന്നതാണ് സന്ധി എന്ന് പറയുന്നത്. दो शब्दों या शब्दांशों के मिलने से नया शब्द बनने पर दोनों शब्दों के निकटवर्ती वर्णों में जो परिवर्तन होता है उस विकार को संधि कहते हैं. രണ്ട് ശബ്ദങ്ങളോ അതല്ലെങ്കിൽ ശബ്ദാംശങ്ങളോ കൂടിക്കലർന്ന സമയത്ത് പുതിയൊരു ശബ്ദം ഉണ്ടാക്കുകയും അതിൽ ആ ശബ്ദത്തിൽ അടുത്തുള്ള വർണ്ണങ്ങളിൽ എന്തൊരു മാറ്റമാണോ സംഭവിക്കുക ആ മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ജഗത് പ്ലസ് ഈശ്, ജഗദീഷ്. ജഗത് എന്ന് വന്നു, ഈ എന്നുള്ളത് ദീർഘമാണ്, അത് കൂടി കലരുമ്പോൾ ജഗദീഷ്. ആ ധ എന്നുള്ളത് തന്നെ ഇവിടെ വ്യത്യാസം കാണാനായി കഴിയുന്നു. ചന്ദ്ര പ്ലസ് ഉദയ്, ചന്ദ്രോദയ്. ആ എന്നുള്ള ശബ്ദവും ഉ എന്നുള്ള ശബ്ദവും ചേർന്നപ്പോൾ ഓ എന്നുള്ള മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സം പ്ലസ് തോഷ്, സന്തോഷ്. സന്തോഷ് എന്നുള്ളത് ആ സമ്മും തോയും കൂടെ ചേർന്ന് മുകളിൽ അതിന് നമ്മൾ അനുസ്വാറാണ് ഉപയോഗിക്കുന്നത്. വൻ പ്ലസ് ഉത്സവ്, വനോത്സവ്. ആയും ഊയും കൂടെ ചേർന്ന് ഓ എന്നുള്ള ശബ്ദത്തിൽ വരുന്നു. സന്ധിക്ക് തീൻ പ്രമുഖ ഭേദ് ഹേ വേഹേ. സന്ധിക്ക് 3 ഭേദങ്ങളാണ് ഉള്ളത്. അവ ഇവയാണ്: സ്വർസന്ധി, വ്യഞ്ജൻ സന്ധി, വിസർഗ സന്ധി എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതിൽ സ്വർസന്ധി എന്നുള്ളത് 2 സ്വരങ്ങളുടെ കൂടിച്ചേരൽ സ്വർസന്ധി എന്ന് പറയുന്നു. വിദ്യ പ്ലസ് ആലയ്, വിദ്യാലയ്. അതായത് 2 സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ അവസാനം വരുന്നത് ആദ്യത്തേതിന്റെ അവസാനം ആ എന്നുള്ള ശബ്ദവും രണ്ടാമത്തതിന്റെ തുടക്കത്തിൽ ആ എന്നുള്ള ശബ്ദവും കൂടി ചേരുമ്പോൾ വിദ്യാലയ് എന്നുള്ള ശബ്ദമാണ് വരുന്നത്. അടുത്തത് രാം പ്ലസ് അവതാർ, രാം വതാർ. അതിൽ രാം എന്നുള്ളത് ഇതിലെയും ആയാണ് അതും ആയാണ്, രണ്ടും കൂടി ചേർന്ന് രാം വതാർ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സ്വർസന്ധിക്ക് ഭേദ്. സ്വർസന്ധിക്കുള്ള ഭേദങ്ങളാണ് 5 ദീർഘസന്ധി, ഗുൺസന്ധി, വൃദ്ധിസന്ധി, എൺസന്ധി, അയാദിസന്ധി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ദീർഘസന്ധിക്ക് ഉദാഹരണമായി വരുന്നത് ന്യായ് പ്ലസ് അധീഷ്, ന്യായാധീഷ്. ഇവിടെ വരുന്ന മാറ്റം ദീർഘസന്ധി എന്നാൽ തന്നെ ദീർഘം എന്നുള്ളതാണ്. അതിനാൽ ഈ ആയും കൂടെ ചേർന്നപ്പോൾ ഇവിടെ ആ എന്നുള്ള ശബ്ദമാണ് വന്നിരിക്കുന്നത്. ഗുൺസന്ധി പുരുഷ് പ്ലസ് ഉത്തം, പുരുഷോത്തം. ആയും ഊയും കൂടെ ചേർന്ന് ഓ എന്നുള്ള ഇത് വന്നു, അത് ഗുണത്തെ സൂചിപ്പിക്കുന്നു. വൃദ്ധി സന്ധി മഹാ പ്ലസ് ഔഷധ്, മഹൌഷധ്. ആയും ഔവും കൂടെ ചേർന്ന് ഔ എന്നുള്ള പ്രയോഗം. എൺസന്ധി പരി പ്ലസ് ആവരൺ, പര്യാവരൺ. അതിൽ ആ എന്നുള്ള പ്രയോഗം. അയാദിസന്ധി ഗൗ പ്ലസ് ഇക്ക, ഗായിക. ഗൈ പ്ലസ് ഇക്ക, ഗായിക എന്നുള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഐയും ഈയും കൂടെ ചേർന്ന ആ എന്നുള്ള പ്രയോഗം വന്നിരിക്കുന്നു. അതിനാണ് അയാദിസന്ധി എന്ന് പറയുന്നത്. വ്യഞ്ജൻ സന്ധി വ്യഞ്ജൻ കാ വ്യഞ്ജൻ സേ യാ സ്വർ സേ മേൽ ഹോ തോ വഹ് വ്യഞ്ജൻ സന്ധി ഹേ. വ്യഞ്ജനത്തിന് വ്യഞ്ജനത്തോടു കൂടിയോ അതല്ലെങ്കിൽ സ്വരത്തോടു കൂടിയോ ഉള്ള ചേരൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വ്യഞ്ജൻ സന്ധി എന്ന് പറയുന്നു. സത് പ്ലസ് ജൻ, സജ്ജൻ. ത എന്നുള്ളത് ഒരു വ്യഞ്ജനാക്ഷരമാണ്, ജ എന്നുള്ളത് വ്യഞ്ജനാക്ഷരമാണ്. അത് മാറി വരുമ്പോൾ സജ്ജൻ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പ്ര പ്ലസ് മാൻ, പ്രമാൺ. അഭി പ്ലസ് സേക്, അഭിഷേക്. ഇതിൽ വരുന്ന മാറ്റം എന്ന ഭായും സായും ഷാ എന്നുള്ള പ്രയോഗമായി മാറിയിരിക്കുന്നു. സം പ്ലസ് തോഷ്, സന്തോഷ്. നിർ പ്ലസ് രസ്, നീരസ്. നിർ എന്നുള്ള ഈ ശബ്ദം ഈ ആയി മാറിയിരിക്കുന്നു. സത് പ്ലസ് ഗുൺ, സദ്ഗുൺ. ഈ ധ എന്നുള്ളത് ഇത് ചേരുന്ന സമയത്ത് ധ എന്നായി മാറി. വിസർഗസന്ധി വിസർഗ കെ സാത്ത് സ്വർ യാ വ്യഞ്ജൻ കാ മേൽ വിസർഗസന്ധി കഹലാത്ത ഹെ. വിസർഗത്തോടൊപ്പം സ്വരം അല്ലെങ്കിൽ വ്യഞ്ജനത്തിന്റെ കൂടിച്ചേരൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിസർഗസന്ധി എന്ന് പറയുന്നു. മനഹ പ്ലസ് അനുകൂൽ, മനോനുകൂൽ. രജഹ പ്ലസ് ഗുൺ, രജോഗുൺ. നിഹ പ്ലസ് കാം, നിഷ്കാം. മനഹ പ്ലസ് ഹർ, മനോഹർ.
ഇത്രയുമാണ് അതിൽ വരുന്നത് വിസർഗസന്ധിക്കുള്ള ഉദാഹരണങ്ങൾ. ചോദ്യം 2. സ്വരസന്ധി കിസെ कहते हैं उसके कितने भेद हैं ഉദാഹരണ സഹിത് സ്പഷ്ട കീജിയെ. ഇത് നമ്മൾ ആ മുന്നിലത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. दो स्वरों के आसपास आने से होने वाली संधि को स्वरसന്ധി कहते हैं. സ്വരസന്ധി के 5 भेद हैं. രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്ധിയുടെ അതിനെയാണ് സ്വരസന്ധി എന്ന് പറയുന്നത്. 5 ഭേദങ്ങളാണ് ഉള്ളത്. ദീർഘസന്ധി, ഗുൺസന്ധി, വൃദ്ധിസന്ധി, യൺസന്ധി, അയാദിസന്ധി എന്നുള്ളത്. ദീർഘസന്ധി സവർണ സ്വർ പാസ് പാസ് ആനെ പർ ദീർഘ ഹോ ജാതാ ഹെ. ഒരേ വർണ്ണത്തിലുള്ള സ്വരങ്ങൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ ദീർഘമായി തീരുന്നു. സവർണ ഹ്രസ്വ ഹോയ ദീർഘ പാസ് പാസ് ആനെ പർ ദീർഘസന്ധി ഹോ ജാതാ ഹെ. സവർണ സ്വർ ഹ്രസ്വമായാലും ദീർഘമായാലും അടുത്തടുത്ത് വരികയാണെങ്കിൽ ദീർഘസന്ധിയായി തീരുന്നു. ആ ഇതിനെയാണ് സവർണ സ്വർ എന്ന് പറയുന്നത്. ഒരേ ഇതിൽപ്പെട്ടത് ആയും ആയും ആ. അതിന് ഉദാഹരണമാണ് നിമ്ന പ്ലസ് അങ്കിത്. ഇവിടെയും ആയിലാണ് അവസാനിക്കുന്നത്, ഇവിടെയും ആയിലാണ് തുടങ്ങുന്നത്. അതിനാൽ നിമ്നാങ്കിത്. ഇ പ്ലസ് ഇ പ്ലസ് ഇ. മുനി പ്ലസ് ഇന്ദ്ര മുനീന്ദ്ര. മുനി ഇ ആണ്, ഇവിടെ ഇ ആണ്. ഉ പ്ലസ് ഉ. ഇവിടെ ദീർഘവും ഹ്രസ്വവും കൂടെ ചേർന്ന് ദീർഘമായി തീർന്നിരിക്കുന്നു. ഭൂ പ്ലസ് ഉത്സർഗ് ഭൂത്സർഗ്. ഭൂ എന്നുള്ള ഊ എന്നുള്ളതാണ്. ഊ എന്നുള്ളത് ഇത് ദീർഘവും ഇത് ഹ്രസ്വവും അപ്രകാരമാണ് മാറിയിരിക്കുന്നത്. ഗുണസന്ധി जब आया आ ध्वनि के आगे ई उ ऋ मेम से कोई ध्वनि आए तो दोनों मिलाकर क्रमशः ए ओ अर में बदल जाते हैं. എപ്പോഴാണോ ആ അതല്ലെങ്കിൽ ആ എന്നുള്ള ധ്വനിയുടെ മുന്നിൽ, ഈ ഒരു അക്ഷരത്തിൻ്റെ മുന്നിൽ ഈ ഉ ഋ എന്നുള്ള ഏതെങ്കിലും ധ്വനികൾ വരികയാണെങ്കിൽ രണ്ടും കൂടി ചേർന്നാൽ അവ എ ഒ അർ എന്നായി തീരും. ജैसे ഉദാഹരൺ ആ പ്ലസ് ഇ എ, സ്വ പ്ലസ് ഇച്ഛ സ്വേച്ഛ, ആ പ്ലസ് ഉ ഓ, പർ പ്ലസ് ഉപകാർ പരോപകാർ, ആ പ്ലസ് ഋ അർ, രാജ് പ്ലസ് ഋഷി രാജർഷി. वृद्धिसंधि जब आ या आ के आगे ये आई या ओ औ आए तो दोनों स्वरों के स्थान में क्रमशः आई तथा औ हो जाता है. എപ്പോഴാണോ ആ അതല്ലെങ്കിൽ ആയുടെ മുന്നിൽ എ ഐ ഒ ഔ എന്നുള്ള സ്വരങ്ങൾ വരുന്നത് അപ്പോൾ അത് ഐ എന്നോ ഔ എന്നോ ആയിത്തീരുന്നു. ജैसे ഉദാഹരൺ आ प्लस ए आई, सदा प्लस ए सदैव, आ प्लस ओ औ, वन प्लस औषधि वन औषधि. यन संधि जब ई उ के आगे कोई अन्य विजातीय स्वर आए तो क्रमशः या व रा में बदल जाता है. അതായത് ഈ ഊന്റെ മുന്നിൽ ഏതെങ്കിലും വിജാതീയമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ ഐ അപ്രകാരമുള്ള ഏതെങ്കിലും വരികയാണെങ്കിൽ യാ വ ര എന്നായി തീരുന്നു. ഇ പ്ലസ് അ യ, അതി പ്ലസ് അധിക് അത്യധിക്, ഉ പ്ലസ് എ വ, അനു പ്ലസ് ഏഷൻ അന്വേഷൻ ഇപ്രകാരമായി മാറുകയാണ് ചെയ്യുക. അയാദിസന്ധി जब ए आई ओ औ के आगे कोई विजातीय अन्य स्वर आए तो क्रमशः आई आय औ या आव में बदल जाता है. എ ഐ ഒ ഔന് മുന്നിൽ ഏതെങ്കിലും വിജാതീയമായ മറ്റുള്ള സ്വരങ്ങൾ വരികയാണെങ്കിൽ അവ ഐ ആയ് ഔ യാ ആവ് എന്നായി തീരുന്നു. കെ പ്ലസ് ആ ഐ, ഷേ പ്ലസ് അയൻ ശയൻ, എ പ്ലസ് ഐ പ്ലസ് ആ ആയ്, ഗൈ പ്ലസ് അ ഗായക്. ചോദ്യം 3. शब्द किसे कहते हैं? अर्थ की दृष्टि से उसके कितने भेद है? ഉദാഹരണ സഹിതം സ്പഷ്ട കീജിയെ. ശബ്ദങ്ങൾ എന്നാൽ എന്ത്? അർത്ഥത്തിന്റെ ദൃഷ്ടിയിൽ അതിന് എത്ര ഭേദങ്ങളാണ് ഉള്ളത്? ഉദാഹരണ സഹിതം സ്പഷ്ടമാക്കുക. एक वर्ण अथवा अनेक वर्णों से युक्त सार्थक ध्वनि समूह को हम शब्द कहते हैं. ഒരു വർണ്ണം
അതല്ലെങ്കിൽ വളരെയധികം വർണ്ണങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കുണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ധ്വനി സമൂഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ ശബ്ദം എന്ന് പറയുന്നു. ന, വ, നദി, പ്യാർ, സമതൽ, വിദ്യാലയ ഇതെല്ലാമാണ് ഇതിന് ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നത്. അർത്ഥ കി ദൃഷ്ടി സേ ശബ്ദോം കെ ദോ ഭേദ് ഹേ. അർത്ഥത്തിന്റെ ദൃഷ്ടിയിൽ ശബ്ദങ്ങൾക്ക് രണ്ട് ഭേദങ്ങളാണ് ഉള്ളത്, സാർത്ഥക് തഥാ നിരർത്ഥക്. ഒന്ന് അർത്ഥമുള്ളവയും ഒന്ന് അർത്ഥമില്ലാത്തവയും. സാർത്ഥക് ധ്വനികൾക്കുള്ള ഉദാഹരണം അർത്ഥ കെ ഭരേ ശബ്ദോം കോ സാർത്ഥക് കഹത്തെ ഹേ. അർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമ്മൾ സാർത്ഥക് എന്ന് പറയുന്നു. ഉദാഹരണം പാനി, കമൽ, രുപ്പയ. പാനി എന്നാൽ വെള്ളം, കമൽ താമര, രുപ്പയ രൂപ. നിരർത്ഥക് जिन शब्दों के अपने स्वतंत्र रूप में कोई अर्थ न हो उन्हें निरर्थक कहते हैं. ഒരു വാക്കിൽ സ്വതന്ത്രമായ രൂപത്തിൽ അതിന് അർത്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അതിനെ നമ്മൾ നിരർത്ഥക് എന്ന് പറയുന്നു. ഉദാഹരണം ടൻ ടൻ, ചം ചം, ചട്ടാചട്ട് ഇതെല്ലാമാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. 4. व्युत्पत्ति की दृष्टि से शब्द कितने प्रकार के होते हैं वे क्या क्या है सोदाഹरण लिखिए. വ്യുത്പത്തിയുടെ ദൃഷ്ടിയിൽ ശബ്ദത്തിന് എത്ര ഭേദങ്ങളാണ് ഉള്ളത്, അവ എന്തെല്ലാമാണ്, ഉദാഹരണ സഹിതം എഴുതുക. വ്യുത്പത്തി കാ അർത്ഥ ഹേ രചന. വ്യുത്പത്തി എന്നുള്ളതിന്റെ അർത്ഥം തന്നെ രചന, രചിക്കുക എന്നുള്ളതാണ്. ശബ്ദ കി ബനാവട്ട് കോ ഹി വ്യുത്പത്തി കഹത്തെ ഹേ. ശബ്ദത്തിന്റെ ആ നിർമ്മാണത്തെയാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. വ്യുത്പത്തി കെ ആധാർ പർ, രചന കെ ആധാർ പർ ശബ്ദ കെ തീൻ ഭേദ് ഹേ. വ്യുത്പത്തിയുടെ ആധാരത്തിൽ അതല്ലെങ്കിൽ രചനയുടെ ആധാരത്തിൽ ശബ്ദത്തിന് 3 ഭേദങ്ങളാണ് ഉള്ളത്. രൂഢി, योग्य, योग रूढ़ी. रूढ़ी जो शब्द परंपरा से विशेष अर्थ में प्रयुक्त हो जिसके अंगों या टुकड़ों का कोई अर्थ न हो जैसे रूढ़ी कहते हैं. ഏതൊരു വാക്കാണോ പരമ്പരയിൽ വിശേഷ അർത്ഥം ഉപയോഗിക്കപ്പെടുന്നത് അതിനെ നമ്മൾക്ക് ഒരിക്കലും വിഭജിച്ച് എഴുതുവാനായിട്ടോ അതല്ലെങ്കിൽ വേറൊരു വാക്കായിട്ടോ എഴുതാനായി കഴിയില്ല. അങ്ങനെ എഴുതിയാലും വേറൊരു അർത്ഥം അതിൽ നിന്നും ലഭിക്കില്ല. അപ്രകാരമുള്ളതിനെയാണ് നമ്മൾ രൂഢി എന്ന് പറയുന്നത്. ഉദാഹരണം ഘട, ജൽ, രാത്, പേട്, പൈസ മുതലായവ. ഘട എന്നാൽ കുടം, ജൽ വെള്ളം, രാത്രി, മരം, പൈസ തുടങ്ങിയവയാണ് ഉദാഹരണം. ഇതിനെ വേർപെടുത്താനായി കഴിയുകയില്ല. യൗഗിക് जो शब्द दो या दो से अधिक शब्दों को मिलाकर बने हो जिसको अलग अर्थ निकलते हो उसके यौगिक कहते हैं. ഏതൊരു ശബ്ദമാണോ രണ്ടിൽ കൂടുതലോ ശബ്ദങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നത് അതിന് വേറൊരു അർത്ഥം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ യൗഗിക് എന്ന് പറയുന്നു. വിദ്യ പ്ലസ് ആലയ് വിദ്യാലയ്. വിദ്യ എന്നാൽ പഠിപ്പ്, ആലയ് എന്നാൽ വീട്. രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്നത് സ്കൂൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. പുസ്തക് പ്ലസ് ആലയ് പുസ്തകാലയ്. പുസ്തക് ബുക്ക്, ആലയ് വീട്, രണ്ടും കൂടെ ചേരുമ്പോൾ പുസ്തകാലയ് ലൈബ്രറി എന്നുള്ള അർത്ഥത്തിൽ ലഭിക്കുന്നു. അതാണ് 2 വാക്കുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന വേറൊരർത്ഥം ലഭിക്കുന്നതിനെ എന്ന് പറയുന്നത്. യോഗരൂഢി दो शब्दों के योग से बनने पर भी रूढ़ी शब्दों के समान अर्थ देने वाले शब्द योग रूढ़ी कहलाता है. 2 ശബ്ദങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടുണ്ടാക്കുന്ന സമയത്ത് ആ രൂഢി ശബ്ദങ്ങളെ പോലെയുള്ള അർത്ഥം തരുന്ന ശബ്ദങ്ങളെ യോഗരൂഢി എന്ന് പറയുന്നു. ജैसे പങ്കജ്, മുരളീധർ, ചാർപ്പായ്. പങ്കജ് എന്നാൽ താമര, മുരളീധർ ശ്രീകൃഷ്ണൻ, ചാർപ്പായി കട്ടിൽ. ഇപ്രകാരം വരുന്നതിനെയാണ് യോഗരൂഢി എന്ന് പറയുന്നത്. ചോദ്യം 5. प्रयोग की दृष्टि से शब्दों के कितने भेद है सोदाहरण समझ जाइए. പ്രയോഗത്തിന്റെ ദൃഷ്ടിയിൽ ശബ്ദങ്ങൾക്ക് എത്ര ഭേദങ്ങളുടെ ഉദാഹരണ സഹിതം മനസ്സിലാക്കുക. പ്രയോഗ് കെ അനുസാർ ശബ്ദോം കെ കുച്ച് പരിവർത്തൻ ഹോത്തെ ഹെ. പ്രയോഗത്തിന്റെ ദൃഷ്ടിയിൽ അനുസരിച്ച് ശബ്ദങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലട്ക, ലട്കെ, ലട്കി എന്നുള്ളതാണ്. പ്രയോഗ് കെ അനുസാർ ശബ്ദോം കെ 2 പ്രമുഖ ഭേദ് ഹെ. 2 ഭേദങ്ങളാണ് ഉള്ളത്. വികാരി ശബ്ദ തഥാ അവികാരി ശബ്ദ. വികാരി ശബ്ദങ്ങളും അവികാരി ശബ്ദങ്ങളും. വികാരി ശബ്ദങ്ങൾ എന്നാൽ മാറ്റം ഉണ്ടാവുന്നത്, അവികാരി ശബ്ദം എന്നാൽ മാറ്റം ഇല്ലാത്തത്. ആ ശബ്ദങ്ങളെ നമ്മൾക്ക് മാറ്റാനായി കഴിയില്ല. വികാരി ശബ്ദ जिन शब्दों के रूप में लिंग, वचन, कारक आदि के कारण विकार यानी परिवर्तन संभव है उन्हें विकारी शब्द कहते हैं.
ഏതൊരു വാക്കിനാണ് രൂപത്തിൽ ലിംഗം, വചനം, കാരക് മുതലാവ കാരണം മാറ്റം സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ പരിവർത്തനം ഉണ്ടാകുന്നത്, അതിനെ വികാരി ശബ്ദം എന്ന് പറയുന്നു. അവയാണ് സജ്ഞ, സർവനാം, ക്രിയ ഔർ വിശേഷൻ. ഇവയെല്ലാം വികാരി ശബ്ദങ്ങളാണ്. ജൈസെ ജാത്ത, ജാതി, ജാത്തെ, അച്ഛ, അച്ഛെ, അച്ചി. ജാത്ത എന്നുള്ള വാക്ക് പുല്ലിംഗ ശബ്ദത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി ജാതി എന്നാക്കിയാൽ സ്ത്രീലിംഗത്തിലും ജാത്ത എന്നുള്ളത് പുല്ലിംഗം ബഹുവചനത്തിലും ഉപയോഗിക്കപ്പെടുന്നു. അച്ഛ നല്ലത്, അച്ഛെ എന്നത് പുല്ലിംഗം ബഹുവചനം, അച്ചി എന്നുള്ളത് സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അവികാരി ശബ്ദം. जिन शब्दों के रूप में विकार यानी परिवर्तन संभव नहीं है उन्हें अविकारी शब्द कहते हैं. ഏതൊരു വാക്കിലാണോ വികാർ യാനി അല്ലെങ്കിൽ പരിവർത്തൻ മാറ്റം വരാതിരിക്കുന്നത് അവയെ അവികാരി ശബ്ദം എന്ന് പറയുന്നു. ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദിബോധക് ഇവയെല്ലാം അവികാരി ശബ്ദങ്ങളാണ് വരിക. ഔർ, ജൽദി, ധീരെ ധീരെ, ക്യോം കി, ഹേ ഇവയെല്ലാം നമ്മൾക്ക് ഒരിക്കലും മാറ്റാനായി കഴിയുകയില്ല. ചോദ്യം 6. सज्ञा किसे कहते हैं? अर्थ की दृष्टि से उसके कितने भेद है? ഉദാഹരണ സഹിത് ലിഖിയെ. സജ്ഞ എന്നാൽ എന്ത്? അർത്ഥത്തിൻ്റെ ദൃഷ്ടിയിൽ അതിന് എത്ര ഭേദങ്ങളാണ് ഉള്ളത്? ഉദാഹരണ സഹിതം എഴുതുക. മലയാളത്തിൽ നാമം എന്നും ഇംഗ്ലീഷിൽ നൗൺ എന്നുമാണ് പറയുക. किसी व्यक्ति, वस्तु, स्थान, जाति, भाव आदि का बोध कराने वाले शब्द संज्ञा कहलाता है. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ജാതിയെയോ അതല്ലെങ്കിൽ അതിൻ്റെ ഭാവത്തെയോ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ സജ്ഞ എന്ന് പറയുന്നത്. ഉദാഹരണം രാം പുസ്തക് ദില്ലി. രാം എന്നാൽ വ്യക്തിയുടെ പേര്, പുസ്തക് ഒരു വസ്തുവിൻ്റെ പേര്, ദില്ലി ഒരു സ്ഥലത്തിൻ്റെ പേര്. സജ്ഞയ്ക്ക് പ്രമുഖ രൂപ 3 ഭേദ ഹെ. 3 ഭേദങ്ങളാണ് ഉള്ളത്. വ്യക്തിവാചക് സജ്ഞ, ജാതിവാചക് സജ്ഞ, ഭാവവാചക് സജ്ഞ. ഇപ്രകാരം 3 എണ്ണമാണുള്ളത്. അതിൽ ആദ്യത്തേത് വ്യക്തിവാചക് സജ്ഞ. ജിസ് ശബ്ദ സെ കിസി ഖാസ് വ്യക്തി, സ്ഥാൻ, വസ്തു കാ ബോധ ഹോ ജാത്ത വ്യക്തിവാചക് സജ്ഞ കഹത്തെ ഹെ. ആ ശബ്ദത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രത്യേകമായ വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു വസ്തുവിനെയോ നമ്മൾക്ക് നല്ല രീതിയിൽ അറിയുവാൻ കഴിയുകയാണെങ്കിൽ അതിനെ വ്യക്തിവാചക് സജ്ഞ എന്ന് പറയുന്നു. ഉദാഹരണം സുജിത, കേരൾ, ഹിമാലയ് ഇപ്രകാരം പറയുന്നതിനെയാണ് വ്യക്തിവാചക് എന്ന് പറയുന്നത്. ജാതിവാചക് സജ്ഞ. जिस शब्द से किसी एक जाति के सभी पदार्थों तथा प्राणियों का बोध हो उसे जातिवाचक संज्ञ कहते हैं. ഈ വാക്കിൽ നിന്നും ഏതെങ്കിലും ഒരു ജാതിയുടെ അതല്ലെങ്കിൽ എല്ലാ മൊത്തത്തിലുള്ള പദാർത്ഥങ്ങളുടെ പ്രാണികളെക്കുറിച്ച് അറിയുവാനായി കഴിയുകയാണെങ്കിൽ അതിനെ ജാതിവാചക് സജ്ഞ എന്ന് പറയുന്നു. ഉദാഹരണം ലട്കി, കലം, പഹാഡ്. ഇതിൽ വരുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലട്കി എന്ന് പറയുന്നത് മൊത്തത്തിൽ എല്ലാ പെൺകുട്ടികളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ലട്കി എന്ന് പറയുന്നു. വ്യക്തിവാചക്കിൽ ഒരാളുടെ പേരെടുത്ത് പറയുന്നു. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നോക്കുകയാണെങ്കിൽ പഹാഡ് എന്ന് പറയുന്നു, അതിൽ ഹിമാലയം എന്ന് പറയുന്നു. ഹിമാലയൽ എന്നാൽ ആ ഹിമാലയ പർവ്വതത്തെ മാത്രം എടുത്തു പറയുന്നതാണ്. ഇതിൽ പഹാഡ് എന്നാൽ എല്ലാ പർവ്വതങ്ങളും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇപ്രകാരം നദി, പുസ്തക് ഏത് വേണമെങ്കിലും ഇതിൽ ഉദാഹരണമായി ഉപയോഗിക്കാം. ഭാവവാചക് संज्ञा. जिस शब्द से किसी पदार्थ या प्राणी के धर्म, गुण, भाव, दशा आदि का बोध हो उसे भाववाचक संज्ञा कहते हैं. ഈ ശബ്ദത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രാണിയുടെയോ ഗുണം, ദോഷം, ഭാവം, ദശ മുതലായവയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ അതിനെ ഭാവവാചക് സംജ്ഞ എന്ന് പറയുന്നു. ഉദാഹരണം മാനവത, മിത്രത, ചതുരായി. മനുഷ്യനുണ്ട ഗുണമാണ് മാനവത. മിത്രത എന്നാൽ കൂട്ടുകെട്ട്, മിത്രൻ ഉണ്ടാകേണ്ടത്. ചതുരായി എന്ന് പറഞ്ഞാൽ കഴിവ്, ചതുർ എന്നുള്ളതിൻ്റെ ഭാവം. അംഗ്രേസോം കെ പ്രഭാവ് സെ ഹിന്ദി മേ ദോ ഓർ ഭേദ് മാനത്തെ ഹെ. ഇംഗ്ലീഷിൽ വന്ന സ്വാധീനത്തിലൂടെ 2 ഭേദങ്ങൾ കൂടെയുണ്ട്. അവയാണ് സമുദായവാചക് സംജ്ഞ, ദ്രവ്യവാചക് സംജ്ഞ എന്നുള്ളത്. സമൂഹ, സമുദായ് തഥാ ജുട്ക ബോധ് കരാനെ വാലെ ശബ്ദ കോ സമുദായവാചക് ഹെ. കൂട്ടമായിട്ടുള്ളതും സമുദായം ഒരു ഗ്രൂപ്പായിട്ടുള്ളതും ജുണ്ട് എന്ന കൂട്ടത്തോടു കൂടിയുള്ളതിനെയും ചേർത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൂട്ടം എന്നുള്ളതിനെയാണ് നമ്മൾ സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത്. വീട് തിരക്ക്, സഭ മീറ്റിംഗ്, ഗോഷ്ഠി ഇവയാണ് ഇതിൻ്റെ വരുന്നത്.
द्रव्य पदार्थ अथवा धातु का बोध कराने वाले शब्द द्रव्यवाचक कहलाता है. ദ്രവ്യ പദാർത്ഥ അതല്ലെങ്കിൽ ധാതുവിന്റെ ബോധത്തെക്കുറിച്ച് അറിയുന്നതിനെ ദ്രവ്യവാചക് എന്ന് പറയുന്നു. ഉദാഹരണം സോന, ചാന്തി, തേൽ. സ്വർണം, വെള്ളി, എണ്ണ ഇതെല്ലാം ധാതുക്കളിലോ അതല്ലെങ്കിൽ ദ്രവ്യത്തിലോ പെട്ടവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചോദ്യം 7. സർവനാം കിസെ കഹത്തെ ഹെ ഉസ്കെ കിത്തിനെ ഭേദ് ഹെ സോദാഹരൺ സമജായിയെ. സർവനാം എന്നാൽ എന്താണ്? പ്രോനൗൺ എന്നാണ് ഇതിന് പറയുക. എത്ര ഭേദങ്ങളുണ്ട്? ഉദാഹരണ സഹിതം മനസ്സിലാക്കുക. സജ്ഞയ്ക്ക് ബദലെ പ്രയുക്ത് ഹോനെ വാലെ ശബ്ദം കോ സർവനാം കഹത്തെ ഹെ. സജ്ഞയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്കിനെയാണ് സർവനാം എന്ന് പറയുന്നത്. അതിനെ ഉദാഹരണം മേം, ഹം, തു, തും, വേ, യേ. മേം എന്നാൽ ഞാൻ, ഹം എന്നാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, തു നീ, തും നിങ്ങൾ, വേ അവർ, ഏ ഇവർ എന്നിവയാണ് ഇതിൽ വരുന്നത്. സർവനാം കെ 6 ഭേദ് ഹെ. സർവനാമിന് 6 ഭേദങ്ങളാണ് ഉള്ളത്. അവ പുരുഷവാചക്. ആദ്യത്തേത് പുരുഷവാചക് സർവനാം. പുരുഷവാചക് സർവനാമിൽ കിസി പുരുഷ്യ വ്യക്തിസൂചക് സർവനാം പുരുഷവാചക് സർവനാം ഹെ. ഒരു പുരുഷനെയോ വ്യക്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനെ പുരുഷവാചക് സർവനാം എന്ന് പറയുന്നു. ഇസ്കെ 3 ഭേദ് ഹെ. ഇതിന് 3 ഭേദങ്ങളാണ് ഉള്ളത്. ഉത്തം പുരുഷ്, മധ്യപുരുഷ്, അന്യപുരുഷ്. ഉത്തം പുരുഷ് എന്നാൽ ബോൽനെ വാലെ കാ ബോധ് കരാത്താ ഹെ. ആരാണോ പറയുന്നത് അവരെയാണ് ഉത്തം പുരുഷ് എന്ന് പറയുന്നത്. മേം, ഹം, മേര. മേം ഞാൻ, ഹം നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, മേര എൻ്റെ എന്നുള്ളവയാണ് ഇവിടെ ഉപയോഗിക്കുക. മധ്യം പുരുഷ്. മധ്യം പുരുഷ് എന്നാൽ സുന്നെ വാലെ കാ ബോധ് കർത്താ ഹെ. ആരാണോ കേൾക്കുന്നത് അതാണ് മധ്യം പുരുഷ്. ഉദാഹരണം തും, ആപ്, തുമാര. നിങ്ങൾ, താങ്കൾ, നിങ്ങളുടേത്. അന്യപുരുഷ് ജിൻകെ ബാരേമേ ബോലാ ജാത്ത ഉൻകാ ബോധ് കരാത്ത. ആരെ കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് അതാണ് അന്യപുരുഷ് സർവനാം എന്ന് പറയുന്നത്. ജैसे വഹ്, യഹ്, വേ, ഉസ്ക. അത്, ഇത്, അവ, അവരുടെ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. നിജ്വാചക് സർവനാം. ഇതിൽ ഈ പുരുഷവാചക് സർവനാമത്തിന്റെ 6 ഭേദങ്ങളിൽ ആദ്യത്തേത് പുരുഷവാചക്, രണ്ടാമത്തേത് നിജ്വാചക് സർവനാമാണ്. നിജ്വാചക് സർവനാമിൽ അപ്നെ ലിയെ പ്രयोग करने वाले शब्द आप, निज आदि निजवाचक സർവനാം ഹേ. അതായത് സ്വയം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനാണ്, അപ്നെ ആപ്പ് എന്നൊക്കെ പറയുന്നതിനാണ് നിജ്വാചക് സർവനാം എന്ന് പറയുന്നത്. 3. നിശ്ചയവാചക് സർവനാം. जो സർവനാം നിശ്ചയപൂർവക് കിസി വസ്തു യാ വ്യക്തി കാ ബോധ് കരായേ. ഏതൊരു സർവനാമമാണോ നിശ്ചയമായ രീതിയിൽ വസ്തുവിനെയോ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഉനേം നിശ്ചയവാചക് സർവനാം കഹത്തെ ഹെ. അവയെ നിശ്ചയവാചക് സർവനാം എന്ന് പറയുന്നു. യഹ്, യേ, വേ ആദി. ഇത്, അവ, ഇവ മുതലായവയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അനിശ്ചയവാചക് സർവനാം. जो സർവനാം നിശ്ചയപൂർവക് കിസി വസ്തു യാ വ്യക്തി കാ ബോധ് ന കരാത്തെ ഉന്हें അനിശ്ചയവാചക് സർവനാം കഹത്തെ ഹെ. ഏതൊരു സർവനാമമാണോ നിശ്ചയപൂർവമല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ കുറിച്ച് പറയുന്നത് അതിനെ അനിശ്ചയവാചക് സർവനാം എന്ന് പറയുന്നു. കോയി, കിസി, കുച്ച് മുതലായവയാണ്. കോയി ആരോ, കിസി ഏതോ, കുച്ച് കുറച്ച് എന്നുള്ളതിൽ ഉപയോഗിക്കപ്പെടുന്നു. സംബന്ധവാചക് സർവനാം. जो സർവനാം वाक्य में प्रयुक्त अन्य सर्वनाम से संबंधित हो उन्हें संबंधित വാചക് സർവനാം कहते हैं. ഏതൊരു സർവനാമമാണോ അതിൽ മറ്റുള്ള സർവനാമമായി കൂട്ടിച്ചേർക്കാനായി ഉപയോഗിക്കപ്പെടുന്നത് അതിനെ സംബന്ധവാചക് സർവനാം എന്ന് പറയുന്നു. ഉദാഹരണം ജോസോ, ജഹാം, വഹാം മുതലായവയാണ് അവ അതിൽ ഉപയോഗിക്കുന്നത്. പ്രശ്നവാചക് സർവനാം. जो സർവനാം പ്രശ്ന के लिए प्रयुक्त होते हैं उन्हें പ്രശ്നവാചക് സർവനാം कहते हैं. ഏതൊരു സർവനാമമാണോ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് അതിനെ പ്രശ്നവാചക് സർവനാം എന്ന് പറയുന്നു. അതിനുപയോഗിക്കുന്ന വാക്കുകളാണ് ക്യാ, കോൻ മുതലായവ. ചോദ്യം 8. വിശേഷൺ കിസെ കഹത്തെ ഹെ ഉസ്കെ കിത്തനെ ഭേദ് ഹെ ഉദാഹരണ സഹിത് സമജ് ജായിയെ. വിശേഷൺ എന്നാൽ എന്താണ്? എത്ര ഭേദങ്ങളാണ് ഉള്ളത്? ഉദാഹരണ സഹിതം എഴുതുക. സജ്ഞ അഥവാ സർവനാം की विशेषता प्रकट करने वाले शब्द को विशेषण कहते हैं. സജ്ഞയും സർവനാമം നമ്മൾ പഠിച്ചു. സജ്ഞയുടെയോ സർവനാമത്തിൻ്റെയോ വിശേഷതയെക്കുറിച്ച് പ്രകടമാക്കുന്നതിനെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. അച്ച, ബുര, നല്ലത്, ചീത്ത. വിശേഷൺ കെ 4 ഭേദ് ഹെ. 4 ഭേദങ്ങളാണ് ഉള്ളത്. ഗുണവാചക് വിശേഷൺ. जो विशेषण किसी पदार्थ के गुण दोष बदलाता है उसे गुणवाचक विशेषण कहते हैं.
ഏതൊരു വിശേഷണമാണോ ഏതെങ്കിലും വസ്തുവിൻ്റെ ഗുണം, ദോഷം മുതലായവയെക്കുറിച്ച് പറയുന്നത് അതിനെ ഗുണവാചക വിശേഷണം എന്ന് പറയുന്നു. വിദ്വാൻ, സുന്ദർ, ബുര, ഇതാണ് അതിനുള്ള ഉദാഹരണങ്ങൾ. സംഖ്യാവാചക വിശേഷൻ जिन विशेषण शब्दों से सर्वनाम की गणना, क्रम, संज्ञा आदि का बोध हो उन्हें संज्ञावाचक विशेषण कहते हैं. ഏതൊരു വിശേഷണ ശബ്ദമാണോ സർവനാമത്തിൻ്റെ ഗണന, എണ്ണല്, ക്രമം, സംഖ്യ മുതലായവയെക്കുറിച്ച് പറയുന്നത് അതിനെ സംഖ്യാവാചക വിശേഷണം എന്ന് പറയുന്നു. ഉദാഹരണം 3 10 ഗുണ സബ്, 3 10 മടങ്ങ് മുഴുവനായും എന്നുള്ള അർത്ഥത്തിലാണ്. इसके दो भेद है, നിശ്ചിത് സംഖ്യാവാചക് തഥാ അനിശ്ചിത് സംഖ്യാവാചക്. ഇതിന് 2 ഭേദങ്ങളാണ് ഉള്ളത്. ഒന്ന് നിശ്ചിത് സംഖ്യാവാചക് എന്നും അനിശ്ചിത് സംഖ്യാവാചക് എന്നും. നിശ്ചിത് മേ നിശ്ചിത സംഖ്യ കാ ബോധ ഹോത്താ ഹെ. നിശ്ചിത് എന്നാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ എണ്ണത്തിനെ കുറിച്ച് നമ്മൾക്ക് കൃത്യമായ അറിവ് ഉണ്ടായിരിക്കും. അനിശ്ചിത് മേ ജ്യാദ, കം ആദി ശബ്ദ ബോധ ഹോത്താ ഹെ. അനിശ്ചിത സംഖ്യാവാചക്കിലാണെങ്കിൽ കൂടുതലായി, കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉണ്ടായിരിക്കുക. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതോ മറ്റുള്ള തൂക്കിയെടുത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനെയാണ് നിശ്ചിതം. പരിമാൺ വാചക് किसी वस्तु की माप नाप तोल संबंधी विशेषता बताने वाले शब्द परिमाण वाचक कहता है. ഒരു വസ്തുവിനെ തൂക്കി അളന്ന് തിട്ടപ്പെടുത്തി എടുക്കുന്നതിനെ പരിമാൺ വാചക് എന്ന് പറയുന്നു. 1 ലിറ്റർ 4 एकड़ സബി നിശ്ചിത തഥാ അനിശ്ചിത് മേ വിശേഷൺ പായാ ജാതാ ഹെ. ഇതിൽ 1 ലിറ്റർ എന്നും 4 ഏക്കർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിശ്ചിതമായിട്ടുള്ള അനിശ്ചിത വാചക് വിശേഷൻ കാണാനായി കഴിയുന്നു. ഇത് അനിശ്ചിത സംഖ്യാവാചക്കിലാണെങ്കിലും ഈ പരിമാൺ വാചക്കിലാണെങ്കിലും നമ്മൾക്ക് ആ രീതിയിലാണ് വരിക. സങ്കേത് വാചക് യാ സാർവനാമിക് വിശേഷൻ जो शब्द संज्ञा शब्दों से पहले आकर उनकी ओर संकेत करते वे संकेत वाचक या सार्वनामिक विशेषण शब्द है. ഏതൊരു വാക്കാണോ സംജ്ഞാ ശബ്ദങ്ങൾക്ക് മുമ്പ് വന്ന് അതിലേക്ക് കാണിക്കുന്നത് അത് സങ്കേതവാചക്, സർവനാം അല്ലെങ്കിൽ സാർവനാമിക് വിശേഷൻ എന്ന് പറയുന്നു. ഉദാഹരണം വഹ് ലഡ്ക, ആ ആൺകുട്ടി, യഹ് ഗായ്, ഈ പശു തുടങ്ങിയവയാണ് അതിനുള്ള ഉദാഹരണം. ചോദ്യം 9. क्रिया किसे कहते हैं? कर्म की दृष्टि से उसके कितने भेद है? ഉദാഹരണ സഹിതം സ്പഷ്ട കീജിയെ. ക്രിയ എന്നാൽ എന്താണ്? കർമ്മത്തിൻ്റെ ദൃഷ്ടിയിൽ അതിന് എത്ര ഭേദങ്ങളാണ് ഉള്ളത്? ഉദാഹരണ സഹിതം സ്പഷ്ടമാക്കുക. जिस शब्द से किसी कार्य का करना या होना पाया जाए उसे क्रिया कहते हैं. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം ആന, ജാന, വരിക, പോവുക എന്നുള്ളതെല്ലാം ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. ക്രിയാക്ക് 2 പ്രമുഖ ഭേദ് ഹെ. 2 ഭേദങ്ങളാണ് ക്രിയയ്ക്കുള്ളത്. സകർമ്മ ക്രിയ, ഒന്ന് അകർമ്മ ക്രിയ. സകർമ്മ ക്രിയ ആദ്യത്തേത്. ജിസ് ക്രിയ കാ വ്യാപാർ और फल कर्ता को छोड़कर कर्म पर पड़ता है उसे സകർമ്മ ക്രിയ कहता है. ജിസ് ക്രിയ, ഏതൊരു ക്രിയയുടെ പ്രവൃത്തിയാണോ അതിൻ്റെ ഫലം കർത്താവിനെ വിട്ട് കർമ്മത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് അതിനെ സകർമ്മ ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണം വ പുസ്തക് പഠിത്താ ഹെ, അവൻ പുസ്തകം വായിക്കുന്നു. അവൻ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായി പുസ്തകം എന്ന് ലഭിക്കുന്നു. ഇപ്രകാരം വരുന്നതിനെയാണ് നമ്മൾ സകർമ്മ ക്രിയ എന്ന് പറയുന്നത്. രാം പാനി പീത്താ ഹെ, രാമൻ വെള്ളം കുടിക്കുന്നു. ഉസ്നെ ആം ഖായ, അവൻ മാങ്ങ തിന്നു. इसके 2 भेद है, एक कर्म क्रिया तथा द्विकर्म क्रिया. ഒരു കർമ്മമുള്ളതും 2 കർമ്മമുള്ളതും. ദ്വികർമ്മക് മേ 2 ക്രിയയും ഹോത്തി ഹെ, 2 കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. നാനീനെ ബച്ചോം കോ കഹാനി സുനായി, നാനി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. ഇപ്രകാരമാണ് അതിൽ വരുന്നത്. അകർമ്മ ക്രിയ ജിസ് ക്രിയ കാ വ്യാപാർ ഔർ ഫൽ കർത്താവ് മാത്ര പഠിത്താ ഹെ, കർത്താവിന് മാത്രമായിരിക്കും അതിൽ വരുന്നത്. ഉസെ അകർമ്മ ക്രിയ, അതിനെ അകർമ്മ ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണം മോഹിത് ജാത്താ ഹെ, മോഹിത് പോകുന്നു. പ്രജിത്ത് സോത്താ ഹെ, പ്രജിത്ത് ഉറങ്ങുന്നു. ഇപ്രകാരം വരുന്നതാണ് അകർമ്മക്ക്, അതിൽ കർമ്മം ഉണ്ടായിരിക്കുകയില്ല. ഇതിനെയാണ് അകർമ്മ ക്രിയ എന്ന് പറയുന്നത്. നന്ദി.